മത്തായി 24:31 എന്താ പറയുന്നത്? വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടൂ. ആമേൻ. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവനായി ആകാംക്ഷയോടെ ഒരുങ്ങിക്കൊണ്ട് ജീവിച്ചവർ, ഒരുക്കത്തോടെ ജീവിച്ചവർ, ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിച്ചവർ, കർത്താവിനോട് ചേർന്ന് ജീവിച്ച, അവന്റെ വചനം ജീവിച്ച, അവന്റെ വിശുദ്ധിയിൽ ജീവിച്ച തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവർ ഒരുമിച്ച് എന്തിനു വേണ്ടി? അവനോടൊപ്പം വിവാഹ വിരുന്നിൽ പങ്കെടുക്കുക. വിവാഹ വിരുന്നിൽ പങ്കെടുക്കുക. ഒരുക്കമുള്ളവരെ വിവാഹ വിരുന്നിനെ അകത്ത് വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. അകത്ത് പ്രവേശിച്ചു. ഈ 5 കന്യകമാരെ മണവാളനോട് കൂടെ അകത്ത് പ്രവേശിച്ചു. വാതിലടച്ചു. എല്ലാവർക്കും അകത്ത് കടക്കാൻ പറ്റില്ല. ഒരുക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും അകത്ത് കടക്കാൻ പറ്റില്ല. കർത്താവിനോടുകൂടെ നിന്റെ നിത്യത ചെലവഴിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നായിരിക്കണം. കർത്താവിനോട് ചേർന്നായിരിക്കണം. വെളിപാട് പുസ്തകം 22:14-15 വചനങ്ങൾ, വെളിപാട് 22:14-15 ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഉറക്കെ പറഞ്ഞേ, സകലരും പുറത്ത്. ഉച്ചത്തിൽ പറഞ്ഞ സകലരും പുറത്ത്. സകലരും പുറത്ത്. ആർക്കാണ് അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നത്? ഒരുങ്ങിയിരിക്കുന്നവർക്ക്, ഒരുക്കമുള്ളവർ.